ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യുക? എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ ഈ ക്വസ്റ്റിനെ നമ്മൾ അവസാനിച്ചത് എന്തെല്ലാം ഇവിടെ ട്രയാങ്കിൾ എന്തെല്ലാം വരച്ച കാണുന്നുണ്ട്, എന്തെല്ലാം ചെക്ക് ബോക്സിലും വരച്ച കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നെന്താണ് ഞാൻ എന്തായാലും റെക്കോർഡ് ഹൈലൈലത് ഞാൻ പൊതുവേ ഞാൻ 4 യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ ആകെ എൻ്റെ ഇപ്പം. പക്ഷേ ലെങ്ത് വളരെ കുറവാണെങ്കിലും 4 വീഡിയോസാണ് എന്താണ് പൊതുവേ. ഐ മീൻ അങ്ങനല്ല, നമ്മളെ 2 ലെങ്തി റെക്കോർഡിങ്ങും പിന്നെ 2 കുഞ്ഞു കുഞ്ഞു റെക്കോർഡിങ് കൂടിയിട്ട് 4 എണ്ണം പൊതുവേ ചെയ്യൽ. പക്ഷെ ഇന്നെന്താണ് 6 എണ്ണവും കുഞ്ഞാണെങ്കിലും 6 യൂട്യൂബ് വീഡിയോസാണ് എൻ്റെ ഇന്നത്തെ ടാർഗറ്റ്. എന്നാണ് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 5th കൂടി റെക്കോർഡ് ചെയ്ത് 6th നിൽക്കുന്നത്. ഹൈ സ്കോർ റെക്കോർഡ്. ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു ഹൈ സ്കോർ റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ലെറ്റ് എഫ് എന്താണ് ഒരു ഫംഗ്ഷൻ N to N. നമ്മൾ പൊതുവെ എന്താണ് നമ്മൾ +1 മാത്തമാറ്റിക്സിലും കാണുന്നൊരു സാധനമാണ്, അവിടെ മുതലേ കണ്ടുവരുന്നുണ്ടോ ഇത്. n goes to r അല്ല n goes to n, നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് n ഇസിക്കൽ. ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലം ഇത്. അതായത് n+1/2 ഇഫ് n ഇസ് ഓഡ്. n എന്ന് പറയുന്ന നമ്പർ ഓഡ് ആണെങ്കിൽ, ഓഡ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരാം, 1 3 5 അങ്ങനത്തെ ഓഡ് നമ്പേഴ്സ് 2n-1 വരാം. അപ്പോൾ n ഓഡാണെങ്കിൽ ഈ n+1/2 ആണ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ n ഈവൺ ആണെങ്കിലോ എന്താണ് 2 4 6 അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ n/2 ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ ഓൾ n ബിലോങ്സ് ടു n സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു 1 1 ഓർ ബൈജക്റ്റീവ്. ഓൺ ടു ആണോ 1 1 ആണോ, ഇനി ഇത് രണ്ടാണെങ്കിൽ എന്താണ് ബൈജക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് 1 1, അതായത് ഇഫ് ഇറ്റ് ഈസ് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് ചെയ്ത് നോക്കാം. അതായത് എഫ് ഫ്രം N to N ഈസ് ഡിഫൈൻഡ് ബൈ n+1/2 വെൻ n ഇസ് ഓഡ് ഫോർ ഓൾ. അപ്പോൾ എന്താ n/2 when n is even ബൈ ഡെഫിനിഷൻ ഓഫ് എഫ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ 1 ഇട്ട് കൊടുക്കുക. 1 എന്താണ് നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത്, F1 കണ്ടുപിടിക്കും. F1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1 എന്താണ് ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം. അതാണ് F1 ഇസിക്കൽ. അപ്പോൾ n+1/2 അപ്പോൾ എന്താ 1+1/2 ഈക്വൽ എന്താ 2/2 ഈക്വൽ 1. നമുക്കൊരു കാര്യം ചെയ്യാം, f(2) = f(2) കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്താ ഈവൺ ഫംഗ്ഷൻ. അപ്പോൾ ഏത് ഫംഗ്ഷനും അല്ല ഈവൺ നമ്പറാണ്. അപ്പോൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണം, n/2 ഈക്വൽ ടു 2/2. അതായത് n/2 എന്ന് പറയുന്നത് 2/2 ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങളൊരു കാര്യം കണ്ടോ, f(1) = f(2). അടാ ഇത് ആക്ച്വലി അപ്പോൾ എന്താണ് 1 1 അല്ല. കാരണം എന്താ 2 വ്യത്യസ്ത ഇൻപുട്ട് ഇട്ടപ്പോൾ എന്താണ് രണ്ട് വ്യത്യസ്ത ഇൻപുട്ട് ഇട്ടപ്പോൾ ഒരേ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അത് നിങ്ങൾ നോക്കി നോക്ക്, 1ഉം 2ഉം ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് ആണ്, പക്ഷെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സെയിം അല്ലേ. അത് ആക്ച്വലി എന്താണ് നമ്മളെ ഇൻജക്റ്റിവിറ്റി, അതായത് 1 1 അല്ലല്ലോ അത്. അപ്പോൾ അതായത് മെനി 1 അല്ലേ. ലൈക്ക് ഇപ്പോൾ ഞാൻ ആരോ ഡയഗ്രാം വരച്ചിട്ട് കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ 1 2 ആണ് നമ്മളെ f(x)ൻ്റെ ഇത് എന്താണ് അതിൻ്റെ കിട്ടുന്ന എന്താണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ ഇതല്ല, ഇത് f(x). അപ്പോൾ എന്താ 1 2 3 1 ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. എന്താണ് 2 ചെയ്തപ്പോഴും നമുക്ക് 1 കിട്ടി. അവിടെ ഇത് ആക്ച്വലി മിനി 1 അല്ല, ഇത് 1 1 അല്ലല്ലോ. കാരണം രണ്ടാളും ഒരേ ആളിലേക്ക് പോകുന്നത് 1 1 ആണെങ്കിൽ എന്താ ഇപ്പോൾ 1 2 ഒരു 3 എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു 2 3 4 ആണെങ്കിൽ 1 ഇതിലേക്ക് പോകണം, 2 ഇതിലേക്ക് പോകണം. ഓരോ ഇതിന് ഒരു യുണീക്ക് എലമെൻറ്റ് ഉണ്ടാവണം. ഒരു ഇതിലേക്ക് എന്താണ് രണ്ടാൾക്കാർ ഇങ്ങനെ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് മെനി 1. അപ്പോൾ ഇതെന്തല്ല, ഇത് 1 1 അല്ല, നമുക്ക് മനസ്സിലായി. കൺസിഡർ എ നാച്ചുറൽ നമ്പർ n ഇൻ കോഡൊമെയിൻ n. അപ്പോൾ ഇത് എന്താണ് 1 1 അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് ഇത് എന്തായാലും ബൈജക്റ്റീവ് ആവില്ല എന്ന് നമുക്ക് എന്തായാലും നോട്ട് ബൈജക്റ്റീവ്. കാരണം എന്താ 2 കണ്ടീഷനും ട്രൂ ആവേണ്ടതായിരുന്നു ബൈജക്റ്റീവ് ആവേണ്ടിക്കൽ. പക്ഷേ എന്താ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫോൾസ് വേണ്ടത് എന്തായാലും ഇനി ബൈജക്റ്റീവ് അല്ലെങ്കിൽ സർജക്റ്റീവ്, അതായത് ഓൺ ടു ആണോ നമുക്ക് നോക്കാം. അപ്പോൾ n ഈക്വൽ ടു എന്താണ് n ഈക്വൽ ടു ഓഡ്. ദെയർഫോർ n is equal to 2r + 1 ഫോർ സം r belongs to n. ഏതെങ്കിലും ഒരു r belongs to n നമുക്ക് എന്ത് കിട്ടി, n is equal to 2r + 1. So therefore there exists 4r + 1 belongs to r such that f of 4r + 1 is equal to എന്താണ് ഈ നമ്മളെ അതായത് ഇപ്പോൾ ഓഡ് നമ്പറില്ല. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ 4r + 1 ഇതാണ് നമ്മൾ n എന്ന് പറയുന്നത്, +1/2. ഇത് ചെയ്യുന്ന സമയത്ത് 4r + 2 അതായത് 1 + 1 2/2. ഇത് ചെയ്യുന്ന സമയത്ത് 2 പിന്നെ ഇവിടെ 1, അപ്പോൾ 2r + 1. അതായത് y = f(x) എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി, റേഞ്ച് = കോഡൊമെയിനിലെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് എന്താ ഈ ഫംഗ്ഷന് ഓൺ ടു എന്ന് പറയാം. ഇത് ആക്ച്വലി ഏതിൻ്റെ കേസ്, ഇത് കേസ് 1 എന്ന് പറയുന്നത് n = ഓഡിൻ്റെ കേസിലാണ്. ഇനി n = ഈവൻ്റെ കേസിൽ എന്താണ് നമുക്ക് നോക്കാം, മറ്റേ ഓൺ ടുവിൻ്റെ സ്ഥിതി. ഇത് therefore n = 2r + 1. ഇത് ആക്ച്വലി എന്താണ് ഈ 2r + 1 ആക്ച്വലി ഓഡിൻ്റെ കണ്ടീഷനല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2n+1 അല്ലേ നമ്മൾ എഴുതാറില്ലേ. ഇതെന്താണ്, ഇത് ആക്ച്വലി ഒരു ഓഡ് നമ്പറിൻ്റെ ഡെഫിനിഷനാണ്. നമ്മളിപ്പോൾ n ഒരു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 + 1 ഈക്വൽ ടു എന്താ 2 + 1 ഈക്വൽ ടു 3. ഇപ്പോൾ 0 ഇട്ട് കൊടുത്താൽ 2 × 0 + 1 ഈക്വൽ ടു 0 + 1 ഈക്വൽ ടു 1. ഇതൊക്കെ എന്താണ് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സിന് എന്തായിരിക്കും 2n അല്ലെങ്കിൽ എന്താ 2r
ഇതെല്ലാം സെയിം ആണ്. 2n ഇട്ടാലും 2r ഇട്ടാലും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആറിന് എന്ത് ഇട്ട് കൊടുക്കുക, ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 6 8 ഇത് r ഈക്വൽ ടു 2 r ഈക്വൽ ടു 1 r ഈക്വൽ ടു 3 r ഈക്വൽ ടു 4. അപ്പോൾ കണ്ട ഇങ്ങനെ അതിൻ്റെ ഡെഫിനിഷനാണ് ആക്ച്വലി ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ n is equal to 2r is the definition of even numbers. അപ്പോൾ ദർ എക്സിസ്റ്റ് എന്താണ് 4r ബിലോങ്സ് ടു n. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എഫ് ഓഫ് 4r is equal to എഫ് ഓഫ് 4r എന്ന് പറയുന്നത് നമ്മളെ ഫംഗ്ഷൻ അല്ല നമ്പർ ഈവൺ ആയതുകൊണ്ട് n/2. അപ്പോൾ എന്താ 4r n സ്ഥാനത്ത് 4r ഡിവൈഡ് ബൈ 2 ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 2r. അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി y is equal to എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ കണ്ടീഷനിൽ എന്താ റേഞ്ചിക്കൽ കോഡൊമെയിൻ. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി ഇത് ഓൺ ടു ആണ്. അപ്പോൾ ഹെൻസ് എന്താണ് എഫ് ഇസ് ഓൺ ടു, ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു എന്താണ് ബട്ട് നോട്ട് എന്താണ് 1 അല്ല, പക്ഷേ എന്താണ് ഓൺ ടു ആണ്. അതാണ് നമുക്ക് ഈ ഫംഗ്ഷനെ പറ്റി പറയാൻ പറ്റുന്നത്. ഹെൻസ് എഫ് ഇസ് നോട്ട് എ ബൈജക്റ്റീവ്. അപ്പോൾ എന്താണ് 1 അല്ല പക്ഷേ ഓൺ ടു ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ രണ്ട് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ ഫെയിൽ ആയിപ്പോയി, ഇത് ബൈജക്റ്റീവ് അല്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു 1 എന്താണ് ഓൺ ടു എന്താണ് ഈ പറഞ്ഞ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്, അപ്പോൾ കോഡ് മെയിൻ റേഞ്ച് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. വേറെ ഒരു ഉദ്ദേശം ഈ ക്വസ്റ്റ്യൻ്റെ പിന്നിലില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊക്കെ ചില ഒരു നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ആർ മൈനസ്, അതായത് റിയൽ നമ്പർ ഈസ് മൈനസ് എന്താണ് സെറ്റ് 3. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും സെറ്റ് അല്ലെങ്കിൽ സെറ്റ്, അതായത് ഈ 3 എന്തുകൊണ്ടായിരിക്കും ഒഴിവാക്കിയത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 0 ആയിപ്പോയി. അതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആവുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 എന്ന് പറയുന്ന എലമെൻ്റ് എന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, 3 - 3 0. അപ്പോൾ x - 2 ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ എന്തായാലും അത് നോട്ട് ഡിഫൈൻഡ് ആയി. ഇപ്പോൾ അങ്ങനെ പറ്റരുത്. അപ്പോൾ വി ഷുഡ് ഓൾവേസ് കീപ് ദിസ് x - 3 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്താ നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 3 അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ബി ഈക്വൽ ടു r - 1 r മൈനസ് എന്നാണ് സെറ്റ് 1. അതായത് ഈ 1 എന്ന് പറയുന്ന ഒരു ആകെയില്ല ഒരു എലമെൻറ്റ് മാത്രമേ ഇതൊന്നും ഒഴിവാക്കിയില്ല. അപ്പോൾ എന്താ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് എഫ് ഗോസ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ x - 2 ഡിവൈഡ് ബൈ x - 3 ഇത് 1 ആണും ഓൺ ടു ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റിഫൈ ചെയ്യണം. ഇത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫംഗ്ഷൻ 1 ആണ് പിന്നെന്താണ് ഓൺ ടു ആണെന്നില്ല. ഇതെന്താണ് നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മളെ ഇതുകൊണ്ട് നമ്മളെ എന്താണ് പ്രൂഫ് മെത്തേഡ് വെച്ചിട്ട്. എഫ് സച്ച് ദാറ്റ് എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ x - 2 ഡിവൈഡ് ബൈ x - 3. ഇനി ഒരു കാര്യം ചെയ്യുക, ലെറ്റ് x, y ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ എഫ് ഓഫ് വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എവിടെയെല്ലാം എക്സ് ഉണ്ട് അവിടെയെല്ലാം വൈ ഇട്ട് കൊടുക്കുക. അപ്പോൾ y - 2 ഡിവൈഡ് ബൈ y - 3. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് x - 2 ഡിവൈഡ് ബൈ x - 3 ഈസ് ഈക്വൽ ടു y - 2 ഡിവൈഡഡ് ബൈ എന്താണ് y - 3. ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്പിൾ. അപ്പോൾ x - 2 ഇൻറ്റു y - 3 ഈക്വൽ ടു y - 2 ഇൻറ്റു x - 3 അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്ത് ചെയ്ത്, അപ്പോൾ x ഇൻറ്റു y xy, x ഇൻറ്റു -3x -3x, -2 ഇൻറ്റു y -2y, -2 ഇൻറ്റു -3 +6 ഈക്വൽ ടു y ഇൻറ്റു x xy, y ഇൻറ്റു -3 -3y, -3 ഇൻറ്റു y അല്ല മൈനസ് ഇവിടെയല്ല നമ്മൾ ചെയ്യുന്നത് -2 ഇൻറ്റു x -2x -2 ഇൻറ്റു ഇത് +3. അപ്പോൾ നിങ്ങൾക്ക് ഈ 6ഉം 6ഉം ക്യാൻസൽ, xyയും ക്യാൻസൽഡ്. ഇനി ഇവിടെ എന്തെല്ലാം ബാക്കിയുള്ളത്, ഒരു -3x -2y ഈക്വൽ ടു -3y -2x. ഒരു കാര്യം ചെയ്ത് ഈ എക്സിലെ ടേംസിൽ ഒരു സൈഡിൽ വൈയിലെ ടേംസ് ഒരു സൈഡിൽ, അതായത് എന്ത് ചെയ്ത് ഈ പറഞ്ഞ എന്താ ഈ -3x ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചാൽ കാരണം എക്സിൻ്റെ ടേംസ് ഇവിടെയാണല്ലോ, ഈ -3y ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ എന്താ 3x ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 3x ഇവിടെ ഒരു -2y ഉണ്ട് ഈക്വൽ എന്താ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ പോയി -2y ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് 3y -2y. ഇത് ഇപ്പുറത്തേക്ക് വന്ന സമയത്ത് 3y -2y. അതായത് അപ്പോൾ 3 ചക്കയിൽ നിന്ന് 2 ചക്ക കുറച്ച് കഴിഞ്ഞാൽ 1 ചക്ക, അതായത് 1x. അപ്പോൾ എന്താ 3 ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ കുറച്ച് കഴിഞ്ഞാൽ 1 ആപ്പിൾ, അപ്പോൾ y. അപ്പോൾ x ഈക്വൽ ടു y. നമുക്കപ്പോൾ ഇത് 1 കണ്ടീഷനാണല്ലോ, അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 സച്ച് ദാറ്റ് എന്താണ് x1 ഈക്വൽ ടു x2. അപ്പോൾ ഈ കണ്ടീഷനാണല്ലോ ആക്ച്വലി നമ്മൾ 1 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേതിൽ നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടില്ല, x ഈക്വൽ y എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ആയതുകൊണ്ട് എന്ത് മനസ്സിലായി, ഇത് എന്തായാലും 1 ആണെന്ന് മനസ്സിലായി. ദെയർഫോർ എഫ് ഇസ് 1 അപ്പോൾ ഇത് 1 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യണം. ലെറ്റ് y ബിലോങ്സ് ടു ബി r ഈക്വൽ ടു ഇത് -1. അപ്പോൾ എന്താ y നോട്ട് ഈക്വൽ 1, വൈക്ക് എന്താവും പറ്റില്ല 1 ആവാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ y എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ x - 2 ഡിവൈഡ് ബൈ x - 3 ഈക്വൽ ഒരു y എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക, അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ഇങ്ങനൊരു ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x - 2 ഈക്വൽ ടു y ഇൻറ്റു x - 3. അപ്പോൾ എന്താ x - 2 ഈക്വൽ y ഇൻറ്റു x xy
വൈന് -3 എനിക്ക് തോന്നുന്നത് ഇത് ഈ എന്താണ് ഈ എക്സ് വൈന് ഇപ്പുറത്തേക്ക് എടുക്കുക. കാരണം നമുക്ക് ഇതിന് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ x-2 - xy = 3y അല്ല സോറി -3y. ഇതൊന്ന് എന്ത് ചെയ്യുക, എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x × -2 എന്താണ് -2 + y -2 + y ആണോ? x × 1 - y. ഓക്കെ സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ഇവിടെ എക്സിൻ്റെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ആകെ 1 ഇല്ല, ഞാനത് മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ 1 - എന്താണ് സോറി ഇവിടെ മാറിപ്പോയി. എക്സ് × ഇതിന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 - ഇവിടെ എന്താണ് y ഉണ്ട്, പിന്നെ ഒരു -2 ഉണ്ട് = -3y. എന്ത് ഈ -2 ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ എന്താ -3y + 2 പിന്നെ എന്താ x × 1 - y. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേംസിൽ ആൻസർ ആണ്. അപ്പോൾ ഈ 1 - y താഴെ പറഞ്ഞേക്കും. അപ്പോൾ x = 2 അതായത് ഇതിനൊന്ന് ഭംഗിയൊക്കെ എഴുതി കഴിഞ്ഞാൽ 2 - 3y / 1 - y. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇവിടെ r-1 വന്നതിൽ ഇവിടെ കണ്ട 1 - y എന്ന് പറയുമ്പോൾ ഇവിടെ yക്ക് 1 വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 നോട്ട് ഡിഫൈൻഡ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് 1 ≠ അല്ല മറ്റേ നമ്മളെ ഈ പറഞ്ഞ y ≠ എന്താണ് 1, അതായത് 1 - y ≠ 0 ആണ്. അപ്പോൾ y ≠ 1, അപ്പോൾ 1 ആവാൻ വേണ്ടി പറ്റില്ല. Thus for any y belongs to B there exists 2 - 3y എന്താണ് / 1 - y belongs to A. ഇവരിപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് ഇവിടെ b = വെറും അതായത് b = വെറും 6 എന്നാണ് പറഞ്ഞെങ്കിൽ ഇത് എന്താണ് ഓൺ ടു ആവില്ലാണ്. കാരണം എന്താ അവിടെ ഒരു നമ്മളെ പ്രശ്നക്കാരനായിട്ടില്ല 1 എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവർ കൃത്യമായിട്ട് അതിൻ്റെ ആ 1 അവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ -r - 1 എന്ന് എഴുതിക്കൊണ്ട് ആ കൃത്യമായിട്ട് എന്താണ് ആ പ്രശ്നക്കാരനെ ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളെ റേഞ്ച് = എന്തായി മാറി, കോഡമേന്. അതായത് നമ്മൾ എന്താണ് -∞ to ഈ പറഞ്ഞ 1. അപ്പോൾ 1 ഇതാണ്. അപ്പോൾ യൂണിയൻ 1 to ∞. ഇതിനാണല്ലോ ആക്ച്വലി r- സെറ്റ് 1 എന്ന് പറയുന്നത്. 1 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് വെച്ചിട്ടില്ല ബാക്കി എല്ലാ എലമെൻറ്റ്സ് ഓഫ് r. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ആക്ച്വലി അങ്ങനെ എഴുതിയില്ല. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത് 1 ഇൻക്ലൂഡ് അല്ല. അവരപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡൊമെയിനിലും പറയുന്നുണ്ട്. കോഡൊമെയിൻ ഇത് ആക്ച്വലി അതിൻ്റെ റേഞ്ചാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ x = 2 - 3y / എന്താണ് 1 - y ചെയ്തപ്പോൾ അതിൻ്റെ റേഞ്ചാണ് ഈ പറയുന്നത്. ഈ എന്താണ് -∞ to 1 യൂണിയൻ 1 to ∞. അതേപോലെ കോഡൊമെയിൻ ഇവിടെ ഓൾറെഡി ഇവർ b = എത്ര പറഞ്ഞിട്ടുണ്ട്, r-1. അവിടെ ആക്ച്വലി ഈ സാധനത്തിൻ്റെ നമുക്കൊന്ന് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. എന്താണ് അപ്പോൾ എന്താ റേഞ്ച് = ഇത് തന്നെയല്ലേ ഇതും, രണ്ട് സെയിം ആണ്. അപ്പോൾ റേഞ്ച് = കോഡൊമെയിൻ. അതുകൊണ്ട് എന്താ റേഞ്ച് = കോഡൊമെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്താണ് ഓൺ ടു ആണ്. സോ എന്താണ് thus for any y belongs to B there exists 2 - 3y / 1 - y belongs to A such that എന്താണ്. അപ്പോൾ നമുക്ക് f(2 - 3y / എന്താണ് അല്ല ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ therefore f ഫംഗ്ഷൻ is on to, hence ഫംഗ്ഷൻ is 1 1 and on to. ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്, അതേപോലെ തന്നെ എന്താണ് സർജക്റ്റീവ് ആണ്. ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഫംഗ്ഷൻ ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. യെസ്, ദിസ് ഫംഗ്ഷൻ ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഫംഗ്ഷൻ ഓൺ ടു ആണ്. 1 1 ആണ് നമ്മൾ ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞ്, ഇപ്പോൾ ഓൺ ടു ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്താണ് ബൈജക്റ്റീവ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ബാക്കി അടുത്തൊരു ഇതിൽ കാണാം.